നമസ്കാരം. മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി, കോൺഗ്രസിൻ്റെ നേതാക്കളായിട്ടുള്ള രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ എന്നിവരെയൊക്കെ ബി ജെ പിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ശോഭാ സുരേന്ദ്രനെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിയോഗിച്ചിരുന്നു എന്ന് ദല്ലാൽ നന്ദകുമാർ കഴിഞ്ഞ ദിവസം ആരോപണം വെച്ചു. എന്നാൽ ഈ നീക്കങ്ങളെല്ലാം പാളിയെന്ന് തന്നെയാണ് നന്ദകുമാർ പറയുന്നത്. പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള അനിൽ ആൻ്റണി ഏകദേശം 25 ലക്ഷം രൂപയും ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായുള്ള ശോഭാ സുരേന്ദ്രൻ 10 ലക്ഷം രൂപയും തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയെന്ന് ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇതേ നന്ദകുമാർ, അതായത് ഈ ദല്ലാൽ നന്ദകുമാർ എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന നന്ദകുമാർ ആരോപിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള രേഖകളടക്കം പുറത്തുവിട്ടിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ പണം കൈപ്പറ്റിയ ബാങ്ക് രസീതിൻ്റെ പകർപ്പും നന്ദകുമാർ ഈ വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ചെക്ക് വഴി SBIയുടെ പാർലമെൻറ്റ് സ്ട്രീറ്റ് ബ്രാഞ്ചിൽ നിന്നാണ് ഈ പണം അയച്ചു കൊടുത്തത് എന്നതടക്കമുള്ള വാദങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അവരുടെ തൃശ്ശൂരിലുള്ള സ്ഥലം വാങ്ങാനായി അഡ്വാൻസ് എന്ന നിലയിലാണ് പണം അയച്ചത് എന്നും സ്ഥലത്തിൻ്റെ ആധാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ രേഖകളടക്കം അത് അയച്ചു തന്നപ്പോഴാണ് ഈ പണം നൽകിയത് എന്നും, എന്നാൽ സ്ഥലം കാണാൻ ചെന്നപ്പോൾ മറ്റു 2 പേരിൽ നിന്നും ഇതേ ഭൂമി നൽകാമെന്ന് കാണിച്ച് നീക്കുപോക്ക് നടത്തിയതായി കണ്ടെത്തിയതോടെയാണ് ഈ പണം തിരിച്ചു നൽകാൻ ആവശ്യപ്പെട്ടതെന്ന് കൂടി അദ്ദേഹം പറയുന്നു. എന്നാൽ ഈ നിമിഷം വരെയും ആ പണം ലഭിച്ചിട്ടില്ല. അതായത് CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് വേണ്ടിയിട്ട് അനിൽ ആൻ്റണിക്ക് 25 ലക്ഷം രൂപ കൈപ്പറ്റിയതിനെ കൂടി പറയുന്നുണ്ട്. നിയമനം നടക്കാതെ വന്നപ്പോൾ 5 തവണയായി ആ പണം തിരികെ നൽകി അനിൽ ആൻ്റണിയെ ഇങ്ങനെ ചെയ്യിച്ചത് ആൻഡ്രൂസ് ആൻ്റണിയാണ് എന്നുകൂടി നന്ദകുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതേസമയം BJPയിൽ ചേരുന്നത് ചർച്ച ചെയ്യാൻ CPMൻ്റെ ഉന്നത നേതാവ് തൃശ്ശൂർ രാമനിലയത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ പേരിൽ ബുക്ക് ചെയ്ത മുറിയിലേക്ക് എത്തിയെന്നുള്ള വെളിപ്പെടുത്തലിൽ ഇപ്പോൾ വെട്ടിലായിരിക്കുന്ന സത്യം പറഞ്ഞാൽ ആരാണ്? CPM ആണ്. പാർട്ടിയിൽ പിണറായി വിജയനോളം പൊക്കമുള്ള ആ നേതാവ് ഡൽഹിയിൽ BJP നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നതായും മുതിർന്ന BJP നേതാവായിട്ടുള്ള ആലപ്പുഴയിലെ നേതാവും ഒപ്പം തന്നെ ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് ഇത് തന്നെയാണ്. CPMൻ്റെ നേതാവ് BJPയിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളത്. കേരള രാഷ്ട്രീയത്തിൽ BJPയെ നിർണായക ശക്തിയാക്കുവാനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് CPM നേതാവിനെ BJPയിൽ എത്തിക്കുവാൻ ശ്രമിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദല്ലാൽ നന്ദകുമാർ ഇതിന് ഇടനിലക്കാരനായി എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു ഈ ആദ്യ കൂടിക്കാഴ്ച. ഉമ്മറത്തിരുന്നാണ് ആ നേതാവിനെ കാണുന്നതും പ്രമുഖനെയും ശോഭയെയും ഒരേ സമയം അവിടേക്ക് വിളിച്ചു വരുത്തുന്നതും നന്ദകുമാറാണ്. നന്ദകുമാറിൻ്റെ വലിയ വീട്ടിലെ വലിയ മുറിയിൽ കേരളത്തിലെ ഈ അറിയപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയൊരു നേതാവ് അവിടെ ഇരിപ്പുണ്ടായിരുന്നുവെന്നും താൻ ഉമ്മറത്ത് നിൽക്കുകയായിരുന്നുവെന്നുമാണ് ഫേസ് ടു ഫേസ് കാണിക്കുന്നില്ല. ഈ വ്യക്തിയെ കട്ടണപ്പുറകിലിരിക്കുന്നു. താൻ പറയുകയാണത് നടപ്പില്ല, മുഖാമുഖം സംസാരിക്കണമെന്ന് പറഞ്ഞു. പിന്നീട് 3 തവണ ഡൽഹിയിലേക്ക് യാത്ര നടത്തിയെന്നുകൂടി ശോഭ വെട്ടിത്തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. CPM നേതാവും LDF കൺവീനറുമായിട്ടുള്ള EP ജയരാജനാണ് നേതാവെന്നാണ് പരോക്ഷമായിട്ടുള്ള സൂചനകളിലൂടെ ഇവർ വ്യക്തമാക്കുന്നത് എങ്കിൽ കൂടിയും 2023 ഫെബ്രുവരി 19 കൊച്ചി വെണ്ണലയിൽ ദല്ലാൽ നന്ദകുമാറിൻ്റെ അമ്മയെ ആദരിക്കുന്ന ചടങ്ങിൽ EP ജയരാജൻ പങ്കെടുത്തിരുന്നു എന്നുള്ളതും വ്യക്തമാണ്. നന്ദകുമാർ ഭാരവാഹിയായിട്ടുള്ള വെണ്ണല തൈക്കാട്ടുശ്ശേരി ക്ഷേത്രത്തിലെ പരിപാടികളോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലും EP ജയരാജൻ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ ജനകീയ പ്രതിരോധ ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നതിൻ്റെ തലേദിവസമായിരുന്നു ഈ ചടങ്ങ് നടന്നത്. ഫെബ്രുവരി 20 തുടങ്ങിയ ജാഥയിൽ ഏകദേശം 2 ആഴ്ചയോളം പങ്കെടുക്കാതെ മാറി നിന്ന ജയരാജൻ മാർച്ച് 4 തൃശ്ശൂരിലെത്തിയ ദിവസമാണ് ഈ ഗോവിന്ദൻ മാസ്റ്ററുടെ പരിപാടിയിൽ പങ്കെടുത്തത്. ഈ ദിവസമാണ് പ്രസ്തുത നേതാവുമായിട്ട് രാമനിലയത്തിൽ ചർച്ച നടന്നതായിട്ടുള്ള ശോഭയുടെ അവകാശവാദം. പിന്നീട് ഡൽഹിയിലെത്തി ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ചകളുണ്ടായി. BJPയിലെത്തി ഉന്നതമായിട്ടുള്ള പദവികൾ വഹിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. എന്നാൽ കുടുംബസഹിതം ഇല്ലാതാക്കുമെന്ന CPM നേതൃത്വത്തിൻ്റെ ഭീഷണി, ആ ഭീഷണിക്ക് BJP പ്രവേശനത്തിന് തടസ്സമായി മാറി എന്നുള്ളതാണ്. നന്ദകുമാറിനും അതേസമയം ഭീഷണിയുണ്ടായിരുന്നു. കൂടാതെ അദ്ദേഹത്തെ BJPയിൽ എത്തിക്കുന്നതിന് കോടികൾ വേണമെന്നായിരുന്നു ഈ നന്ദകുമാറിൻ്റെ മറ്റൊരാവശ്യമെന്ന് പറയപ്പെടുന്നത്. ഇതും കാര്യങ്ങൾ തകിടം മറിയുന്നതിന് കാരണമായി. പ്രമുഖരെ CPMൽ നിന്നും അടർത്തിയെടുത്ത് BJPയിൽ എത്തിക്കാമെന്ന് പറഞ്ഞാണ് ദല്ലാൽ ആദ്യം സമീപിക്കുന്നത് എന്ന് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മറ്റു പാർട്ടികളുടെ പ്രമുഖരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതിനും അവരെ BJPയിൽ എത്തിക്കുന്നതിനുമൊക്കെ വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന് രൂപപ്പെടുത്തിയ സമിതിയിൽ ഉൾപ്പെട്ടയാളാണ് ഈ ശോഭാ സുരേന്ദ്രൻ. മധ്യപ്രദേശ് മുഖ്യമന്ത്രിയാണ്, സമിതിയുടെ ചെയർമാനാണ്. ഈ നിലയിലൊക്കെയാണ് ചർച്ചകൾ ഉണ്ടായത് എന്ന് പറയപ്പെടേണ്ടി വരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട് എന്ന് ശോഭ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിനകത്ത് എത്രത്തോളം ശരിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടാവട്ടെ, കോൺഗ്രസിൻ്റെ നേതാവ് രമേശ് ചെന്നിത്തലയാവട്ടെ, ഇനിയിപ്പോൾ CPMൻ്റെ നേതാവായിട്ടുള്ള EP ജയരാജനാവട്ടെ, ആരുമാകട്ടെ, ഇവരെല്ലാവരും BJPയിലേക്ക് വരുവാൻ ഒരു ദല്ലാൽ നന്ദകുമാറിൻ്റെ ആവശ്യമുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ ഈ വാർത്ത ഇങ്ങനെ ഈ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുസ്ലിം ലീഗിൻ്റെ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് എന്തുകൊണ്ടാണ് NDAയിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടാകാൻ പോകുന്നത്?
ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ അതൃപ്തി അവർ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. അധികാരത്തിൽ ഇനിയും എത്താൻ കഴിഞ്ഞില്ല, പ്രതിപക്ഷത്താണ് ഇരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അധികാര കൊതിയന്മാരായ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ തികച്ചും ഈ UDF-ഉമായി വിട്ട് NDA-യിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് പറഞ്ഞ് ഞാനൊരു വാർത്ത ചെയ്തിരുന്നു. അപ്പോൾ മുസ്ലിം ലീഗ് BJP-യിലേക്ക് എന്ന് പറഞ്ഞ് ഞാൻ വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ദല്ലാൽ നന്ദകുമാറിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. PK കുഞ്ഞാലിക്കുട്ടിക്ക് നേരിട്ട് വേണമെങ്കിൽ മുസ്ലിം ലീഗിന് നേരിട്ട് വേണമെങ്കിൽ NDA-യിലേക്ക് എത്താം. അതിന് ഒരു ദല്ലാൽ നന്ദകുമാറിൻ്റെയും ആവശ്യമില്ല. ഇവനെയൊക്കെ പുകഴ്ത്തുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. ഇവിടുത്തെ മുൻനിരയിൽ നിൽക്കുന്ന മാധ്യമങ്ങളുടെ സപ്പോർട്ട് കൂടി പ്രവർത്തിക്കപ്പെടുന്നവന്മാരാണ് ഈ ദല്ലാൽ നന്ദകുമാരന്മാർ. അവന്മാരെയാണ് ഇല്ലാതാക്കേണ്ടത്. പിന്നെ ഈ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തലയ്ക്ക് എപ്പോൾ വേണമെങ്കിലും കോൺഗ്രസ് വിടാം. പക്ഷേ കേട്ടറിവുള്ള പാരമ്പര്യത്തിൻ്റെ പാത പിന്തുടർന്ന് മുന്നോട്ട് പോകുന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് ഇനി എന്തെങ്കിലും അങ്ങനെ ഒരു മുഖമുണ്ടായാൽ, അത്തരത്തിലൊരു ചിന്തയുണ്ടായാൽ, അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായാൽ നേരിട്ട് അദ്ദേഹം മോദിയുമായി ഇടപെടും. ഇവിടെ ഒരു ദല്ലാൽ നന്ദകുമാറിൻ്റെയും ആവശ്യമുണ്ടാവില്ല. നേരിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരു നേതാവ് തന്നെയാണ് രമേശ് ചെന്നിത്തല. പിന്നെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഈ EP ജയരാജനെക്കുറിച്ചാണ്. EP ജയരാജനെക്കുറിച്ച് പറയുമ്പോൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകൾ വേണമെങ്കിൽ ശ്രദ്ധിക്കാം. കാരണം ഈ CPM-ൻ്റെ നേതാക്കൾക്ക് ഒരു അല്പം കൂടി മസിൽ പിടുത്തമുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവർക്ക് BJP-യിലേക്ക് എത്തുവാൻ ഒരല്പം വൈകി എത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ പിണറായിയുടെ അനിഷ്ടത്തിന് പാത്രമായിട്ടുള്ള EP ജയരാജന് ഇനി CPM-ൽ തുടരുക എന്ന് പറഞ്ഞാൽ ബാലികേറാമലയാണ്. വേണമെങ്കിൽ ഒന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ ഈ ഗോവിന്ദൻ മാസ്റ്ററിന് പകരം സംസ്ഥാന സെക്രട്ടറി EP ജയരാജനെ ആക്കാമായിരുന്നു. കാരണം അദ്ദേഹത്തിന് അതിനുള്ള എക്സ്പീരിയൻസും സീനിയോറിറ്റിയും ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. അവിടം തൊട്ട് CPM-മായി അകലാൻ തുടങ്ങി. മാത്രമല്ല മറ്റു പല വിഷയങ്ങളും EP ജയരാജനും പിണറായി വിജയനും തമ്മിലുണ്ട്. അതെന്തൊക്കെയാണെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയുകയും ചെയ്യാം. അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം നിൽക്കുമ്പോഴാണ് EP ജയരാജൻ CPM-ൽ നിന്ന് അകലം പാലിക്കുന്നതും ഒപ്പം തന്നെ ആ അകലം കൂടി അദ്ദേഹം വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒന്ന് തീരുമാനിച്ചാൽ, ഒന്ന് ചിന്തിച്ചാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ വരെ BJP-യിലുണ്ട്. ഒരു വിളിപ്പാടകലെ അവരുണ്ട്. അവരോടൊന്ന് പറഞ്ഞാൽ മാത്രം മതി EP ജയരാജനും വലിയ ഉന്നത അധികാര പദവികൾ ലഭിച്ചുകൊണ്ട് BJP-യുടെ ഇടങ്ങളിലേക്ക് എത്തുന്നതിനും തടസ്സമാവില്ല. പക്ഷേ അതിനും ഈ ദല്ലാൽ നന്ദകുമാറിൻ്റെ ആവശ്യമില്ല. ദല്ലാള് എന്ന് പറയപ്പെടുന്ന സ്വയം പരിചയപ്പെടുത്ത ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ളവരെ ജയിലറകൾക്കുള്ളിലേക്ക് അകപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നിയമത്തിന് മുന്നിൽ ഇവന്മാരെ പോലുള്ളവരെ കൊണ്ടുവരേണ്ടതാണ്. ജനാധിപത്യത്തിൻ്റെ ഉത്സവമാകുന്ന ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് വേളകളിൽ ഇവനെപ്പോലുള്ള കുതികാൽ വെട്ടുന്നവന്മാർ, അല്ലെങ്കിൽ ഇങ്ങനെ പുറകിൽ നിന്ന് പാലം വലിക്കുന്നവന്മാർ, ഇവന്മാരെ പുറത്താക്കുക. ഇവന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. ജയിലിടിഞ്ഞാലും പുറത്തു വരാത്ത വിധം അകത്താക്കുക.